Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് ലിൻഡ പാർക്കർ. എൻ്റെ പേര് ലിൻഡ പാർക്കർ എന്നാണ്. ഐ ആം 59 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 59 വയസ്സാണ്. ഐ ലിവ് അലോൺ. ഞാൻ തനിച്ചാണ് ജീവിക്കുന്നത്. ഇൻ മൈ സ്മോൾ ഹൗസ് ഇൻ ബ്രൈറ്റൺ. ഞാൻ ബ്രൈറ്റണിലുള്ള എൻ്റെ ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മൈ ഹസ്ബൻഡ് ഡൈഡ്. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. 8 ഇയേഴ്സ് എഗോ. 8 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. ഐ ഹാവ് ഓൺലി വൺ സൺ. എനിക്ക് ഒരു മകൻ മാത്രമാണ് ഉള്ളത്. ഹിസ് നെയിംസ് ഡാനിയൽ. അവൻ്റെ പേര് ഡാനിയൽ എന്നാണ്. ഡാനിയൽ വെൻ ടു കാനഡ മെനി ഇയേഴ്സ് എഗോ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഡാനിയൽ കാനഡയിലേക്ക് പോയി. നൗ ഹീ ലിവ്സ്. ഇപ്പോൾ അവൻ ജീവിക്കുന്നു ദർ അവിടെ വിത്ത് ഹിസ് വൈഫ് ആൻഡ് 2 ചിൽഡ്രൻ. ഇപ്പോൾ അവൻ തൻ്റെ ഭാര്യയോടും 2 മക്കളോടും കൂടെ അവിടെ താമസിക്കുന്നു. ഹി ഹാസ് എ ഗുഡ് ലൈഫ്. അവനൊരു നല്ല ജീവിതമുണ്ട്. ഹി ഹാസ് എ ബിഗ് ഹൗസ് ആൻഡ് എ ഗുഡ് ജോബ്. അവനൊരു വലിയ വീടും നല്ല ഒരു ജോലിയുമുണ്ട്. ഹീ ഈസ് ഹാപ്പി. അവൻ സന്തോഷവാനാണ്. പക്ഷേ ഐ ലിവ് ഹിയർ അലോൺ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. എവരി ഡേ ഐ വേക്കപ്പ് ഏർലി. വേക്കപ്പ് എന്നാൽ ഉറക്കമുണരുക. എല്ലാ ദിവസവും ഞാൻ നേരത്തെ ഉറക്കമുണരുന്നു. ഐ ക്ലീൻ ദ ഹൗസ്. ഞാൻ വീട് വൃത്തിയാക്കുന്നു. ഐ കുക്ക് ഫുഡ് ഫോർ മൈ സെൽഫ്. ഞാൻ എനിക്കു വേണ്ടിയുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നു. ഇൻ ദി ഈവനിങ്. വൈകുന്നേരം ഐ സിറ്റ് അലോൺ. ഞാൻ തനിച്ചിരിക്കുന്നു. നോബഡി കംസ് ടു സീ മീ. ഒരാളും എന്നെ കാണാൻ വരാറില്ല. ഡാനിയൽ ഡസ് നോട്ട് കോൾ മീ മച്ച്. ഡാനിയൽ എനിക്ക് കൂടുതൽ ഫോൺ ചെയ്യാറില്ല. സംടൈംസ് ഹീ സെൻഡ്സ് മീ മണി. ചിലപ്പോൾ അവൻ എനിക്ക് പണം അയക്കാറുണ്ട്. സംടൈംസ് ഹീ സേയ്സ്. ചിലപ്പോൾ അവൻ പറയുന്നു ഐ വിൽ കം സൂൺ. ഞാൻ ഉടനെ തന്നെ വരും. ബട്ട് ഹീ നെവർ കംസ്. പക്ഷേ അവൻ ഒരിക്കലും വന്നിട്ടില്ല. സ്റ്റിൽ. ഇപ്പോഴും ഐ വെയിറ്റ് ഫോർ ഹിം. ഇപ്പോഴും ഞാൻ അവനു വേണ്ടി കാത്തിരിക്കുന്നു. ഐ ലവ് ഹിം വെരി മച്ച്. ഞാൻ അവനെ വളരെയധികം സ്നേഹിക്കുന്നു. ഹീ ഈസ് മൈ സൺ. അവൻ എൻ്റെ മകനാണ്. ഐ കീപ് ഹിസ് ഓൾഡ് ഫോട്ടോസ് ഇൻ മൈ റൂം. ഐ കീപ്. ഞാൻ സൂക്ഷിക്കുന്നു ഹിസ് ഓൾഡ് ഫോട്ടോസ്. അവൻ്റെ പഴയ ഫോട്ടോകൾ ഞാൻ സൂക്ഷിക്കുന്നു. ഇൻ മൈ റൂം. എൻ്റെ റൂമിനുള്ളിൽ അവൻ്റെ പഴയ ഫോട്ടോകൾ ഞാൻ സൂക്ഷിക്കുന്നു. ഐ ലുക്ക് അറ്റ് ദം എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും അവകളിലേക്ക് നോക്കുന്നു. വൺ ഡേ. ഒരു ദിവസം സംവൺ നോക്ക്ഡ് ഓൺ മൈ ഡോർ. ആരോ എൻ്റെ വാതിലിൽ മുട്ടി. ഐ ഓപ്പൺഡ് ഇറ്റ്. ഞാൻ വാതിൽ തുറന്നു. ഇറ്റ് വാസ് ഡാനിയൽ. അത് ഡാനിയലായിരുന്നു. ഐ വാസ് വെരി സർപ്രൈസ്ഡ്. ഞാൻ ആശ്ചര്യപ്പെട്ടു. ഐ സേർട്ട്. ഞാൻ പറഞ്ഞു ഡാനിയൽ യു റിയലി കെയിം. നീ ശരിക്കും വന്നോ? ഹീ സ്മൈൽഡ്. അവൻ പുഞ്ചിരിച്ചു. ഹീ ലുക്ക്ഡ് ഹാപ്പി. അവനെ സന്തോഷവാനായി കാണപ്പെട്ടു. ഐ ഹഗ്ഡ് ഹിം. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. മൈ ഐസ് വർ ഫുൾ ഓഫ് ടീയേഴ്സ്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹീ കെയിം ഇൻസൈഡ്. അവൻ അകത്തേക്ക് വന്നു. ഐ മെയ്ഡ് ടീ ഫോർ ഹിം. ഞാൻ അവന് ചായ നൽകി. വി സാറ്റ് ആൻഡ് ടോക്ക്ഡ്. ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു ഹൗ ഈസ് സാറ. സാറയ്ക്ക് എങ്ങനെയുണ്ട്? ഹൗ ആർ ദ ചിൽഡ്രൻ. കുട്ടികൾക്ക് എങ്ങനെയുണ്ട്? അവർക്കൊക്കെ സുഖമാണോ? ഞാൻ ചോദിച്ചു. ഹീ സെഡ്. അവൻ പറഞ്ഞു ദേ ആർ ഓൾ ഫൈൻ. അവർക്കെല്ലാം സുഖമാണ്. ദെൻ ഐ ആസ്ക്ഡ്. പിന്നീട് ഞാൻ ചോദിച്ചു വൈ ഡിഡ് യു കം. നീ എന്തുകൊണ്ടാണ് വന്നത്? എന്തിനാണ് നീ വന്നത്? ഹീ സെഡ്. അവൻ പറഞ്ഞു ഐ മിസ്ഡ് യു മദർ. യു ലിവ് ഹിയർ അലോൺ. നിങ്ങൾ ഇവിടെ തനിച്ച് ജീവിക്കുന്നു. ഐ വറി അബൌട്ട് യു. ഞാൻ നിങ്ങളെക്കുറിച്ച് വ്യാകുലതപ്പെടുന്നു. ഐ വാണ്ട് ടു ടേക്ക് യു കാനഡ. എനിക്ക് നിങ്ങളെ കാനഡയിലേക്ക് കൊണ്ടുപോകണം. ഐ വാസ് ക്വയറ്റ്. ഞാൻ നിശബ്ദയായി നിന്നു. ഹീ ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്. അവൻ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു യു ആർ ഗെറ്റിംഗ് ഓൾഡ്. നിങ്ങൾക്ക് പ്രായമായി വരുന്നു. ഇറ്റ് ഈസ് നോട്ട് സേഫ് ഹിയർ. ഇവിടെ സുരക്ഷിതമല്ല. യു ഷുഡ് കം വിത്ത് മീ. നിങ്ങൾ എൻ്റെ കൂടെ വരണം. യു വിൽ ബി ഹാപ്പി ദർ. നിങ്ങൾക്ക് അവിടെ സന്തോഷമായിരിക്കും. ഐ സെഡ് സ്ലോലി. ഞാൻ സാവധാനത്തിൽ പറഞ്ഞു ബട്ട് ദിസ് ഈസ് മൈ ഹോം. പക്ഷേ ഇത് എൻ്റെ വീടാണ്. ഐ വാസ് ബോൺ ഹിയർ. ഞാൻ ഇവിടെ ജനിച്ചു. ഐ ഗോട്ട് മാരീഡ് ഹിയർ. എൻ്റെ വിവാഹം ഇവിടെ വെച്ചാണ് നടന്നത്.
യുവർ ഫാദർ ലിവ്ഡ് ഹിയർ. നിന്റെ അച്ഛൻ ഇവിടെയാണ് ജീവിച്ചത്. ഐ കാനോട്ട് ലീവ് ദിസ് ഹൗസ്. ഈ വീട് ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല. ഡാനിയൽ ലുക്ക്ഡ് സീരിയസ്. ഡാനിയലിൻ്റെ മുഖത്ത് ഗൗരവഭാവം കാണപ്പെട്ടു. ഹീ സെഡ്, അവൻ പറഞ്ഞു, ദിസ് ഹൗസ് ഈസ് വെരി ഓൾഡ്. ഈ വീട് വളരെ പഴക്കമുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. ഇത് നിങ്ങൾക്ക് നല്ലതല്ല. ഇൻ കാനഡ, കാനഡയിൽ യു വിൽ ഹാവ് എവറിത്തിങ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ടാകും. യു വിൽ ഹാവ്, നിങ്ങൾക്ക് ഉണ്ടാകും. എവറിത്തിങ്, എല്ലാം അവിടെ ഉണ്ടാകും. യു വിൽ ഹാവ് യുവർ ഓൺ റൂം. നിങ്ങൾക്ക് സ്വന്തമായി ഒരു റൂമുണ്ടാകും. യു ക്യാൻ സീ ദ ചിൽഡ്രൻ എവറി ഡേ. എല്ലാ ദിവസവും നിങ്ങൾക്ക് കുട്ടികളെ കാണാം. സാറ ഓൾസോ വാണ്ട്സ് യു ടു കം. സാറയും നിങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി, ഐ സാറ്റ് അലോൺ ആൻഡ് തോട്ട്. ഞാൻ തനിച്ച് ഇരുന്ന് ചിന്തിച്ചു. ഐ സാറ്റ് അലോൺ, ഞാൻ തനിച്ച് ഇരുന്നു. ആൻഡ് തോട്ട്, ഞാൻ ചിന്തിക്കുകയും ചെയ്തു. വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യണം? ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ലീവ്. എനിക്ക് പോകാൻ ആഗ്രഹമില്ലായിരുന്നു. ബട്ട് ഡാനിയൽ വാസ് മൈ ഓൺലി സൺ. പക്ഷെ ഡാനിയൽ മാത്രമായിരുന്നു എൻ്റെ ഏക മകൻ. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, ഡാനിയൽ പറഞ്ഞു, മദർ, അമ്മേ, വി ഷുഡ് സെൽ ദിസ് ഹൗസ്. നമ്മൾ ഈ വീട് വിൽക്കണം. വി ഷുഡ് സെൽ, നമ്മൾ വിൽക്കണം. ദിസ് ഹൗസ്, ഈ വീട് നമ്മൾ വിൽക്കണം. യു ഡു നോട്ട് നീഡ് ഇറ്റ് എനി മോർ. നിങ്ങൾക്ക് ഇനി ഇത് ആവശ്യമില്ല. യു വിൽ ലിവ് വിത്ത് അസ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജീവിക്കും. യു ക്യാൻ യൂസ് ദ മണി ഫോർ യുവർ ന്യൂ ലൈഫ്. നിങ്ങളുടെ പുതിയ ജീവിതത്തിന് നിങ്ങൾക്ക് ആ പണം ഉപയോഗിക്കാം. ഐ ലുക്ക്ഡ് അറ്റ് ഹിം. ഞാൻ അവനെ നോക്കി. ഹീ സ്മൈൽഡ്. അവൻ പുഞ്ചിരിച്ചു. ഐ തോട്ട്, ഞാൻ കരുതി, മേ ബി ഹി റിയലി ലവ്ഡ് മീ. ഞാൻ കരുതി അവൻ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. സോ ഐ സെഡ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, യെസ്, അതെ. ഐ സോൾഡ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീട് വിറ്റു. ഡാനിയൽ ടുക്ക് ഓൾ ദ മണി. വീട് വിറ്റ പണം മുഴുവൻ ഡാനിയൽ എടുത്തു. ഐ പാക്ക് മൈ ബാഗ്. ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്തു. വി വെൻറ്റ് ടു ദി എയർപോർട്ട് ടുഗദർ. ടുഗദർ എന്നാൽ ഒരുമിച്ച്. ഞങ്ങൾ ഒരുമിച്ച് എയർപോർട്ടിലേക്ക് പോയി. ഐ വാസ് സാഡ്. ഞാൻ ദുഃഖിതയായിരുന്നു. ബട്ട് ഐ വാസ് ഓൾസോ ഹാപ്പി. ഞാൻ സന്തോഷവതിയും ആയിരുന്നു. ഐ തോട്ട്, ഞാൻ കരുതി, ഐ വിൽ ബി വിത്ത് മൈ സൺ നൗ. ഇനി ഞാൻ എൻ്റെ മകനോടൊപ്പം ആയിരിക്കും. ഐ വിൽ ബി എന്നാൽ ഞാൻ ആയിരിക്കും. വിത്ത് മൈ സൺ എന്നാൽ എൻ്റെ മകൻ്റെ കൂടെ. അറ്റ് ദി എയർപോർട്ട്. എയർപോർട്ടിൽ വച്ച് ഡാനിയൽ പറഞ്ഞു, മദർ, അമ്മേ, വെയിറ്റ് ഹിയർ. ഇവിടെ കാത്തിരിക്കുക. ഐ വിൽ ബ്രിങ് എ വീൽ ചെയർ. ഐ വിൽ ബ്രിങ് എന്നാൽ ഞാൻ കൊണ്ടുവരും. ഞാൻ ഒരു വീൽ ചെയർ കൊണ്ടുവരും. നിങ്ങൾ എന്നെ കാത്തിരിക്കൂ ഇവിടെ. ദ വേ ഈസ് ടു ലോങ്. വഴി വളരെ നീണ്ടതാണ്. യു കനോട്ട് വാക്ക്. നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുകയില്ല. സോ ഫാർ. അത്ര ദൂരം നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുകയില്ല. ഐ വിൽ ബി ബാക്ക്. ഞാൻ തിരിച്ചു വരും. ഇൻ 5 minutes. 5 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. ഐ സെഡ്, ഓക്കെ. ഞാൻ പറഞ്ഞു, അതെ. ഐ സാറ്റ് ഓൺ എ ചെയർ. ഞാൻ ഒരു കസേരയിൽ ഇരുന്നു. ഐ സാറ്റ്, ഞാൻ ഇരുന്നു. ഓൺ എ ചെയർ, ഞാൻ ഒരു കസേരയിൽ ഇരുന്നു. 10 minutes passed. 10 മിനിറ്റുകൾ കടന്നുപോയി. ഡാനിയൽ ഡിഡ് നോട്ട് കം ബാക്ക്. ഡാനിയൽ തിരിച്ചു വന്നില്ല. ഐ തോട്ട്, ഞാൻ കരുതി, മേ ബി ദ ലൈൻ വാസ് ലോങ്. ലൈൻ വളരെ നീളമുള്ളതായിരിക്കാമെന്ന് ഞാൻ കരുതി. ഐ വെയിറ്റഡ്. ഞാൻ കാത്തിരുന്നു. 30 minutes passed. 30 മിനിറ്റുകൾ കഴിഞ്ഞുപോയി. സ്റ്റിൽ, എന്നിട്ടും, ഹി ഡിഡ് നോട്ട് കം. അവൻ വന്നില്ല. ഐ ഫെൽറ്റ് സ്കേർഡ്. എനിക്ക് ഭയം തോന്നി. ഐ ലുക്ക്ഡ് അറ്റ് ദ ബിഗ് ഡോർ അഗെയിൻ ആൻഡ് അഗെയിൻ. ഞാൻ വീണ്ടും വലിയ വാതിലിലേക്ക് നോക്കി. ബട്ട് ഡാനിയൽ വാസ് ഗോൺ. ഡാനിയൽ പോയിട്ടുണ്ടായിരുന്നു. നൗ ഇറ്റ് ഹാഡ് ബീൻ 45 minutes. ഇപ്പോൾ 45 മിനിറ്റ് ആയി കഴിഞ്ഞു. ഐ വാസ് സ്റ്റിൽ സിറ്റിംഗ് ദർ. ഞാൻ അപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഐ ലുക്ക്ഡ് അറ്റ് എവറി ഫേസ്. ഞാൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. പക്ഷേ നോ വൺ വാസ് മൈ സൺ. ആരും എൻ്റെ മകനല്ലായിരുന്നു. ഐ ടോൾഡ് മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഡാനിയൽ കനോട്ട് ലീവ് മീ. ഡാനിയലിന് എന്നെ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ഹീ ഈസ് മൈ സൺ. അവൻ എൻ്റെ മകനാണ്. 1 hour passed. 1 മണിക്കൂർ കഴിഞ്ഞുപോയി. മൈ ഹാർട്ട് ബിഗാൻ ടു ബീറ്റ് ഫാസ്റ്റ്.
എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. ജസ്റ്റ് ദെൻ, അപ്പോഴേക്കും എ പോലീസ് ഓഫീസർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, സോമി എന്നെ കണ്ടു. എ പോലീസ് ഓഫീസർ സോമി, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ കണ്ടു. ഹി വോക്ക് ടുവേർഡ് മീ ആൻഡ് സെഡ്, അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, മാം, ആർ യു വെയിറ്റിംഗ് ഫോർ സംവൺ? നിങ്ങൾ ആരെയെങ്കിലും കാത്തിരിക്കുകയാണോ? ഐ സെഡ്, ഞാൻ പറഞ്ഞു, യെസ്, അതെ, മൈ സൺ, എൻ്റെ മകനെ കാത്തിരിക്കുകയാണ്. ഹീ ഈസ് ബ്രിങ്ങിങ് എ വീൽ ചെയർ ഫോർ മീ. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. എനിക്ക് വേണ്ടി അവൻ ഒരു വീൽ ചെയർ കൊണ്ടുവരുന്നുണ്ട്. വി ആർ ഗോയിങ് ടു കാനഡ. ഞങ്ങൾ കാനഡയിലേക്ക് പോകുകയാണ്. ദി ഓഫീസർ ആസ്ക്ഡ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ഡു യു ഹാവ് ഹിസ് ഫോട്ടോ? നിങ്ങളുടെ പക്കൽ അവൻ്റെ ഫോട്ടോയുണ്ടോ? ഐ ടുക്ക് ഔട്ട് ഡാനിയൽസ് പിക്ചർ ഫ്രം മൈ ബാഗ്. എൻ്റെ ബാഗിൽ നിന്നും ഞാൻ ഡാനിയലിൻ്റെ ചിത്രം എടുത്തു. ഐ ഓൾസോ ഷോഡ് മൈ ടിക്കറ്റ്. ഞാൻ എൻ്റെ ടിക്കറ്റും കാണിച്ചു. ദി ഓഫീസർ നോട്ടഡ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ തലയാട്ടി. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, പ്ലീസ് വെയിറ്റ് ഹിയർ. ഇവിടെ ദയവായി കാത്തിരിക്കുക. ഐ വിൽ ചെക്ക് ഇൻസൈഡ്. ഞാൻ അകത്ത് പരിശോധിക്കാം. ഐ സെഡ്, ഞാൻ പറഞ്ഞു, താങ്ക് യു. ഐ വെയിറ്റഡ് അഗെയിൻ. ഞാൻ വീണ്ടും കാത്തിരുന്നു. ആഫ്റ്റർ എ ലോങ് ടൈം. നീണ്ട സമയത്തിന് ശേഷം ദി ഓഫീസർ കെയിം ബാക്ക്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു വന്നു. ഹിസ് ഫേസ് വാസ് സീരിയസ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൗരവഭാവമായിരുന്നു. ഹി സാറ്റ് നെക്സ്റ്റ് ടു മീ. നെക്സ്റ്റ് ടു മീ എന്ന അടുത്ത്. ഹി സാറ്റ് നെക്സ്റ്റ് ടു മീ. അദ്ദേഹം എൻ്റെ അടുത്ത് ഇരുന്നു. ഹി സെഡ് സോഫ്റ്റ്ലി. ശാന്തമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോം, ഐ എം സോറി, യുവർ സൺ ഹാസ് ബോർഡഡ് ദ ഫ്ലൈറ്റ്. ബോർഡ് എന്നുള്ള അർത്ഥം വിമാനം, കപ്പൽ, തീവണ്ടി എന്നിങ്ങനെയുള്ള വാഹനങ്ങളിൽ കയറുക എന്നുള്ള അർത്ഥമാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ വിമാനത്തിൽ കയറിയിട്ടുണ്ട്. ഹി ഹാസ് ഗോൺ. അവൻ പോയിട്ടുണ്ട്. ദ പ്ലെയിൻ ഹാസ് ഓൾറെഡി ടേക്കൺ ഓഫ്. വിമാനം നിലവിൽ തന്നെ പോയിട്ടുണ്ട്. ടേക്ക് ഓഫ് എന്നാൽ പുറപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. വിമാനം നിലവിൽ തന്നെ പോയിട്ടുണ്ട്. ഹി ഡിഡ് നോട്ട് ടേക്ക് എ വീൽ ചെയർ. അവൻ ഒരു വീൽ ചെയർ എടുത്തിട്ടില്ല. ഹി വെൻറ്റ് അലോൺ. അവൻ തനിച്ചു പോയി. ഐ ഫ്രോസ്. ഞാൻ മരവിച്ചു പോയി. മൈ ഹാർട്ട് സ്റ്റോപ്ഡ് ഫോർ എ മൊമെൻറ്റ്. ഒരു നിമിഷത്തേക്ക് എൻ്റെ ഹൃദയം നിലച്ചുപോയി. ഐ സെഡ് വെരി സ്ലോലി. ഞാൻ വളരെ സാവധാനത്തിൽ പറഞ്ഞു, നോ, ഇല്ല, ദാറ്റ്സ് നോട്ട് ട്രൂ. അത് സത്യമല്ല. മൈ സൺ ഡാനിയൽ ലവ്സ് മീ. എൻ്റെ മകൻ ഡാനിയൽ എന്നെ സ്നേഹിക്കുന്നു. ഹി സെഡ്. അവൻ പറഞ്ഞു, ഹി വിൽ ടേക്ക് മീ വിത്ത് ഹിം. അവൻ്റെ കൂടെ അവൻ എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. ദി ഓഫീസർ സെഡ്. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഐ സോ എവറിത്തിങ്. ഞാൻ എല്ലാം കണ്ടു. ഹി ഗേവ് ഹിസ് പാസ്പോർട്ട്. അവൻ അവൻ്റെ പാസ്പോർട്ട് നൽകി. ഹി എൻറ്റേർഡ് ദ പ്ലെയിൻ അലോൺ. വിമാനത്തിനുള്ളിലേക്ക് അവൻ ഒറ്റയ്ക്ക് പോയി. ടിയേഴ്സ് കെയിം ടു മൈ ഐസ്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മൈ ഹാർട്ട് ബ്രോക്ക്. എൻ്റെ ഹൃദയം തകർന്നു പോയി. ഐ ക്രൈഡ് ആൻഡ് ക്രൈഡ്. ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ദി ഓഫീസേഴ്സ് ഐസ് ഓൾസോ ബിക്കെയിം വെറ്റ്. വെറ്റ് എന്നാൽ നനഞ്ഞ എന്നുള്ള അർത്ഥമാണ്. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. പോലീസ് ഓഫീസറുടെ കണ്ണുകളും നനഞ്ഞതായി തീർന്നു. അതായത് അദ്ദേഹം കരഞ്ഞു. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു, സം പീപ്പിൾ. ചില ആളുകൾ ഫോർഗെറ്റ് ദെയർ ഹാർട്ട്സ്. ചില ആളുകൾ സ്വന്തം വികാരങ്ങളെ മറന്നു പോകുന്നു. ഐ എം സോറി മാം. ഐ വിസ്പേർഡ്. ഞാൻ പതുക്കെ പറഞ്ഞു, മൈ നെയിംസ് ലിൻഡ പാർക്ക്. എൻ്റെ പേര് ലിൻഡ പാർക്ക് എന്നാണ്. ദി ഓഫീസർ സെഡ്. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, മൈ നെയിംസ് റോബർട്ട് മില്ലർ. എൻ്റെ പേര് റോബർട്ട് മില്ലർ എന്നാണ്. ഐ എം എ പോലീസ് ഓഫീസർ ഹിയർ. യു റിമൈൻഡ് മീ ഓഫ് മൈ മദർ. റിമൈൻഡ് എന്നാൽ ഓർമ്മിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ അമ്മയെ ഓർമ്മിപ്പിക്കുന്നു. ഷീ ഡൈഡ്. അമ്മ മരണപ്പെട്ടു പോയി. 5 years ago. 5 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ മരണപ്പെട്ടു പോയി. വെൻ ഐ ലുക്ക് അറ്റ് യു. ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ഐ റിമെമ്പർ ഹെർ. ഞാൻ അമ്മയെ ഓർമ്മിക്കുന്നു. ഞാൻ നിങ്ങളെ നോക്കുന്ന സമയത്ത്, ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയെ ഓർമ്മിക്കുന്നു. ദെൻ ഹി സെഡ്. ശേഷം അദ്ദേഹം പറഞ്ഞു, പ്ലീസ് കം വിത്ത് മീ. എൻ്റെ കൂടെ വരൂ. യു കാനോട്ട് സിറ്റ് ഹിയർ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുകയില്ല. യു വിൽ ഗെറ്റ് സിക്ക്. നിങ്ങൾ രോഗിയാകും. കം ടു മൈ ഹൗസ്. എൻ്റെ വീട്ടിലേക്ക് വരൂ. മൈ വൈഫ് ഈസ് കൈൻഡ്. എൻ്റെ ഭാര്യ ദയയുള്ളവളാണ്. ഷീ വിൽ കുക്ക് ഫോർ യു. അവൾ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യും.
ഐ സെഡ്, ഞാൻ പറഞ്ഞു. ബട്ട് ഐ ഡു നോട്ട് വാണ്ട് ടു ട്രബിൾ യു. ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഹി സ്മൈൽഡ് ആൻഡ് സെഡ്, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് ട്രബിൾ, ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇറ്റ്സ് ലവ്, ഇത് സ്നേഹമാണ്. യു ആർ ലൈക്ക് എ ബ്ലെസ്സിങ് ടു മീ, നിങ്ങൾ എനിക്കൊരു അനുഗ്രഹം പോലെയാണ്. നിങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമാണ്. ലൈക്ക് എന്നാൽ പോലെ, ബ്ലെസ്സിങ് എന്നാൽ അനുഗ്രഹം. റോബർട്ട് കോൾഡ് ഹിസ് വൈഫ്, റോബർട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചു. ഒലീവിയ, ഒലീവിയ എന്നാണ് ഭാര്യയുടെ പേര്. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. ഓൺ ദ ഫോൺ, ഫോണിലൂടെ അദ്ദേഹം പറഞ്ഞു. ഐ ഫൗണ്ട്, ഞാൻ കണ്ടു. എൻ ഓൾഡ് വുമൺ, ഒരു പ്രായമായ സ്ത്രീയെ ഞാൻ കണ്ടു. അറ്റ് ദി എയർപോർട്ട്, എയർപോർട്ടിൽ വച്ച് ഒരു പ്രായമായ സ്ത്രീയെ ഞാൻ കണ്ടു. ഷീ ഈസ് ഓൾ അലോൺ, അവൾ പൂർണ്ണമായും ഒറ്റയ്ക്കാണ്. അവൾക്കാരും കൂട്ടിനില്ല. ഹെർ സൺ ലെഫ്റ്റ് ഹെർ, അവളുടെ മകൻ അവളെ ഉപേക്ഷിച്ചു. ക്യാൻ ഷീ സ്റ്റേ വിത്ത് അസ്, അവൾക്ക് നമ്മുടെ കൂടെ താമസിച്ചുകൂടെ? ഐ കുഡ്, എനിക്ക് സാധിച്ചു. ഐ കുഡ് ഹിയർ, എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഒലീവിയാസ് വോയിസ്, ഒലീവിയയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഷീ സെഡ്, അവൾ പറഞ്ഞു. യെസ്, അതെ. പ്ലീസ് ബ്രിങ് ഹർ, അവളെ ദയവായി കൊണ്ടുവരൂ. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. ബ്രിങ് ഹർ, അവളെ കൊണ്ടുവരൂ. ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി. ഐ സ്റ്റേഡ് അറ്റ് റോബർട്ട്സ് ഹൗസ്, അന്ന് രാത്രി ഞാൻ റോബർട്ടിൻ്റെ വീട്ടിൽ താമസിച്ചു. ഒലീവിയ ബ്രോട്ട് മീ ഫുഡ്, ഒലീവിയ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് നൽകി. ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു. ഷീ സ്പോക്ക്, അവൾ സംസാരിച്ചു. ടു മീ, അവൾ എന്നോട് സംസാരിച്ചു. ലൈക്ക് എ ഡോട്ടർ, ഒരു മകളെപ്പോലെ അവൾ എന്നോട് സംസാരിച്ചു. സ്പീക്ക് എന്നാൽ സംസാരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് സ്പോക്ക്, സംസാരിച്ചു. ഐ ക്രൈഡ് ഇൻ മൈ റൂം, ഞാൻ എൻ്റെ റൂമിലിരുന്ന് കരഞ്ഞു. ഐ മിസ്ഡ് ഡാനിയൽ, ഐ മിസ്ഡ് മൈ ഹൗസ്, എനിക്ക് എൻ്റെ വീട് നഷ്ടമായി. എനിക്ക് ഡാനിയലിനെ നഷ്ടമായി. ബട്ട് പക്ഷേ, ദീസ് സ്ട്രേഞ്ചേഴ്സ് എന്നാൽ അപരിചിതർ, ഈ അപരിചിതർ ഗേവ് മീ ലവ്, പക്ഷേ ഈ അപരിചിതർ എനിക്ക് സ്നേഹം നൽകി. ഗേവ് എന്നാൽ നൽകി. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ. റോബർട്ട് ഗോട്ട് എ ഫോൺ കോൾ, റോബോട്ടിന് ഒരു ഫോൺ കോൾ ലഭിച്ചു. ഹി വെൻറ്റ് ടു അനദർ റൂം, അവൻ മറ്റൊരു റൂമിലേക്ക് പോയി. അനദർ റൂം എന്നാൽ മറ്റൊരു റൂം. ഹി സ്പോക്ക്, അവൻ സംസാരിച്ചു. ഇൻ എ ലോ വോയിസ്, ഒരു താഴ്ന്ന ശബ്ദത്തോടെ അവൻ സംസാരിച്ചു. ലേറ്റർ, പിന്നീട്. ഹി കെയിം ടു മീ, അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. ഈസ് എവരിതിങ് ഓക്കെ, എല്ലാം നല്ല നിലയിലല്ലേ? ഹി സ്മൈൽഡ് ആൻഡ് സെഡ്, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യെസ്, അതെ. എവരിതിങ് ഈസ് ഫൈൻ, എല്ലാം സുഖമാണ്, എല്ലാം നല്ല നിലയിലാണ്. ബട്ട് എന്നാൽ. ഐ സോ പെയിൻ ഇൻ ഹിസ് ഐസ്, അവൻ്റെ കണ്ണുകളിൽ ഞാൻ വേദന കണ്ടു. അവൻ്റെ മുഖത്ത് ഞാൻ ദുഃഖം കണ്ടു. വാട്ട് ഐ ഡിഡ് നോട്ട് നോ വാസ് ദിസ്, ഞാൻ അറിയാതിരുന്നത് ഇതായിരുന്നു. ദ ഫ്ലൈറ്റ് ദാറ്റ് ഡാനിയൽ ടുക്ക് ഹാഡ് ക്രാഷ്ഡ്, ക്രാഷ് എന്നാൽ വിമാനാപകടം എന്നുള്ള അർത്ഥമാണ്. വിമാനം തകരുന്നതിന് ക്രാഷ് എന്നാണ് പറയുക. ഡാനിയൽ കയറിയിട്ടുള്ള വിമാനം തകർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാതിരുന്ന കാര്യം ഇതായിരുന്നു. ദർ വേർ നോ സർവൈവേഴ്സ്, സർവൈവർ എന്നാൽ ശേഷിച്ചയാൾ എന്നുള്ള അർത്ഥമാണ്. ദുരന്തത്തെ അതിജീവിച്ചയാൾ, ദുരന്തത്തെ അതിജീവിച്ചയാൾ ഇല്ലായിരുന്നു. അതായത് ആ വിമാനാപകടത്തിൽ രക്ഷപ്പെട്ടതായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. ഡാനിയൽ വാസ് ഗോൺ, ഡാനിയൽ പോയിട്ടുണ്ടായിരുന്നു, ഡാനിയൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് റോബർട്ട് ഡിഡ് നോട്ട് ടെൽ മീ, എന്നാൽ റോബർട്ട് എന്നോട് പറഞ്ഞിരുന്നില്ല. ഹി ന്യൂ ദാറ്റ്, അവന് അറിയാമായിരുന്നു അത്. ഐ സ്റ്റിൽ ലവ് മൈ സൺ, എൻ്റെ മകനെ ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് അറിയാമായിരുന്നു. ഈവൻ ആഫ്റ്റർ വാട്ട് ഹി ഡിഡ്, ഈവൻ ആഫ്റ്റർ അതിന് ശേഷം പോലും. വാട്ട് ഹി ഡിഡ്, അവൻ എന്താണോ ചെയ്തത് അതിന് ശേഷം പോലും. ഡാനിയൽ ആ അമ്മയെ അവിടെ ഒറ്റയ്ക്ക് വിട്ടുപോയി. അതിന് ശേഷം പോലും, അതാണ് അതിന് ശേഷം പോലും. ഐ സ്റ്റിൽ പ്രേഡ് ഫോർ ഹിം, എന്നിട്ട് പോലും ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഐ സ്റ്റിൽ ഹോപ്ഡ്, ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ദാറ്റ് വൺ ഡേ ഹി വുഡ് കം ബാക്ക്, ഒരു ദിവസം അവൻ തിരിച്ചു വരുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു. ഹി വുഡ് കം ബാക്ക് എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നേക്കുമെന്ന്. കം ബാക്ക് എന്നാൽ തിരിച്ചു വരിക. ദ ഡേയ്സ് പാസ്ഡ് സ്ലോലി, സാവധാനത്തിൽ ദിവസങ്ങൾ കടന്നുപോയി. ഐ സ്റ്റേയ്ഡ് വിത്ത് റോബർട്ട് ആൻഡ് ഒലീവിയ, റോബർട്ടിൻ്റെയും ഒലീവിയയുടെയും കൂടെ ഞാൻ
ജീവിച്ചു. റോബർട്ട് ടുക്ക് കെയർ ഓഫ് എവറിത്തിങ്. റോബർട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു. ഹി ഹെൽപ്ഡ് മീ. അവൻ എന്നെ സഹായിച്ചു. ഗോ ടു ദ ഡോക്ടർ. ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ അവൻ എന്നെ സഹായിച്ചു. ഹി ബോട്ട് മൈ മെഡിസിൻ. അവൻ എൻ്റെ മരുന്നുകൾ വാങ്ങി. ബോട്ട് എന്നാൽ വാങ്ങി. ഹി ട്രീറ്റഡ് മീ ലൈക്ക് ഹിസ് മദർ. അവൻ്റെ അമ്മയെപ്പോലെ എന്നെ അവൻ പരിചരിച്ചു. ഹി ട്രീറ്റഡ് എന്നാൽ അവൻ പരിചരിച്ചു. ലൈക്ക് എന്നാൽ പോലെ. ഹിസ് വൈഫ്. അവൻ്റെ ഭാര്യ ഗിവ് മീ റെസ്പെക്റ്റ്. അവൻ്റെ ഭാര്യ എനിക്ക് ബഹുമാനം തന്നു. ദയർ ഹോം ബിക്കെയിം മൈ ഹോം. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. അവരുടെ വീട് എൻ്റെ വീടായി തീർന്നു. ദയർ ഫാമിലി ബിക്കെയിം മൈ ഫാമിലി. അവരുടെ കുടുംബം എൻ്റെ കുടുംബമായി മാറി. ഐ ഓൺലി പ്രേയ്ഡ്. ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. ഐ പ്രേയ്ഡ്. ഞാൻ പ്രാർത്ഥിച്ചു. ഫോർ ഡാനിയൽസ് സോൾ. ഡാനിയലിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഐ പ്രേയ്ഡ് ഫോർ ദ ചിൽഡ്രൻ ഹീ ലെഫ്റ്റ് ബിഹൈൻഡ്. അവൻ ഉപേക്ഷിച്ചു പോയ അവൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഐ പ്രേയ്ഡ് ഫോർ ദ ചിൽഡ്രൻ ഹീ ലെഫ്റ്റ് ബിഹൈൻഡ്. ലീവ് ബിഹൈൻഡ് എന്നാൽ കൂടെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ലെഫ്റ്റ് ബിഹൈൻഡ്. അവൻ കൂടെ കൊണ്ടുപോകാതിരുന്ന അവൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഐ പ്രേയ്ഡ്. ഞാൻ പ്രാർത്ഥിച്ചു. ദാറ്റ് നോ മദർ ഫീൽസ്. ഒരു അമ്മയ്ക്കും അനുഭവിക്കേണ്ടി വരരുത്. വാട്ട് ഐ ഫെൽറ്റ് അറ്റ് ദി എയർപോർട്ട്. ഐ ഫെൽറ്റ് എന്നാൽ ഞാൻ അനുഭവിച്ചത്. വാട്ട് ഐ ഫെൽറ്റ് എന്നാൽ ഞാൻ എന്താണോ അനുഭവിച്ചത് അത്. ഞാൻ എയർപോർട്ടിൽ എന്താണോ അനുഭവിച്ചത് അത് ഒരു അമ്മയ്ക്കും അനുഭവിക്കേണ്ടി വരരുത്. ഒരു അമ്മയും അനുഭവിക്കരുത്. അതും ഞാൻ പ്രാർത്ഥിച്ചു. വൺ ഡേ. ഒരു ദിവസം. റോബർട്ട് ആസ്ക്ഡ്. റോബർട്ട് ചോദിച്ചു. ഡു യു എവർ തിങ്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ എബൌട്ട് ഗോയിങ് ബാക്ക് ടു ദാറ്റ് ഹൗസ്. ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ. ഒരു ദിവസം റോബർട്ട് എന്നോട് ചോദിച്ചു. ഐ ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് സെഡ്. ഞാൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഐ ഓൾറെഡി ലോസ്റ്റ് ദാറ്റ് ഹൗസ്. നിലവിൽ തന്നെ ആ വീട് എനിക്ക് നഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഐ ഫൗണ്ട് എ ന്യൂ ഹോം ഹിയർ. എന്നാൽ ഞാൻ ഇവിടെ ഒരു പുതിയ വീട് കണ്ടെത്തി. ഡാനിയൽ വാസ് ഗോൺ. ഡാനിയൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഐ ഗോട്ട്. എനിക്കു ലഭിച്ചു. ദ സൺ ഐ ട്രൂലി ഡിസേർവ്ഡ്. ഡിസേർവ് എന്നാൽ അർഹിക്കുക എന്നുള്ള അർത്ഥമാണ്. ഡിസേർവ്ഡ് എന്നാൽ അർഹിക്കപ്പെട്ട. ട്രൂലി എന്നാൽ ശരിക്കും. ഞാൻ യഥാർത്ഥത്തിൽ അർഹിച്ചിരുന്ന മകനെ എനിക്ക് ലഭിച്ചു. ഐ ട്രൂലി ഡിസേർവ്ഡ് എന്നാൽ ഞാൻ ശരിക്കും അർഹിച്ചിരുന്ന. ഐ ഗോട്ട് എന്നാൽ എനിക്ക് ലഭിച്ചു. എനിക്ക് കൃതജ്ഞത തോന്നുന്നു. ഗ്രേറ്റ്ഫുൾ എന്നാൽ കൃതജ്ഞതയുള്ള. വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ഇൻ ലിൻഡാസ് പ്ലേസ്. വാട്ട് വുഡ് യു ഡു. നിങ്ങൾ എന്ത് ചെയ്തേനെ. ഇഫ് യു വേർ ഇൻ ലിൻഡാസ് പ്ലേസ്. ഇഫ് യു വേർ എന്നാൽ നിങ്ങളായിരുന്നെങ്കിൽ. ലിൻഡയുടെ സ്ഥാനത്ത് നിങ്ങൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ. ടെൽ മീ ഇൻ ദ കമൻറ്റ്സ് ബിലോ. എന്നെ കൊമെൻറ്റിൽ അറിയിക്കുക. ഇഫ് യു ലൈക്ക് ദി സ്റ്റോറി പ്ലീസ് ലൈക്ക്, കൊമെൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.